കേരളത്തിലെ 3 മുന്നണികൾക്കും പ്രധാനമായും LDF-നും UDF-നും അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. UDF-ന് അധികാരത്തിൽ വന്നേ തീരൂ. 10 വർഷമായി പുറത്തിരിക്കുന്നു. ഇനി 5 വർഷം അധികാരം കിട്ടിയില്ലെങ്കിൽ UDF എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുമോ എന്ന ഭയം UDF നേതാക്കൾക്കുണ്ട്, കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. LDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ അത് തുടരേണ്ടതുണ്ട്. നവകേരളം സൃഷ്ടിക്കേണ്ടതുണ്ട്. മാറ്റം അതിലേക്ക് കേരളത്തെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തുടർഭരണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ LDF-നെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നവും കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഇവിടെയും ഇടതുപക്ഷം തോറ്റാൽ ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി കുറയും. അതുകൊണ്ട് ഒരു തരത്തിലും ഭരണത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല LDF-നെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും. അതിനിർണായകമാണ്. BJP-യെ സംബന്ധിച്ച് ഏതാനും സീറ്റുകൾ വർദ്ധിപ്പിക്കുക. കേരളം BJP-ക്ക് എത്തിപ്പെടാൻ പറ്റാത്ത തുരുത്തായി അവശേഷിക്കുകയാണ്. അങ്ങനെയല്ല, BJP എവിടെയും ഉണ്ട്. അവിടെയും നാളെ BJP-യുടേതാണ് എന്ന് പറയാനെങ്കിലും 1-2 സീറ്റുകളിൽ BJP-ക്ക് ജയിക്കണം. അതിനുവേണ്ടി അവർ കഠിന പ്രയത്നം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് തമ്പടിച്ചാണ് പ്രചാരണം നടത്തുന്നത് എന്നോർക്കണം. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്. 10 വർഷം ഭരിച്ച LDF സർക്കാർ, ആ സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉയർത്തിക്കൊണ്ടുവരുവാൻ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ UDF-ന് കഴിയുന്നില്ല. ആലോചിച്ച് നോക്കണം. 5 വർഷം കേരളം ഭരിച്ച UDF സർക്കാർ ഉണ്ട് നമ്മുടെ മുന്നിൽ. 2011 മുതൽ 2016 വരെ അഴിമതി ആരോപണങ്ങളുടെ പരമ്പരയായിരുന്നു. ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷത്തിൽ നിന്ന് മാത്രമല്ല, ഭരണപക്ഷത്തിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നില്ലേ? ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ തന്നെ പറഞ്ഞില്ലേ കേരളത്തിലെ സർക്കാർ അഴിമതി മുക്തമല്ല എന്ന്. TN പ്രതാപൻ പരസ്യമായി ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ ഈ സർക്കാർ അഴിമതി സർക്കാരാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന്, UDF നേതാക്കളിൽ നിന്ന് അഴിമതി ആരോപണം നേരിടേണ്ടി വന്നു ഉമ്മൻചാണ്ടി സർക്കാർ, UDF സർക്കാർ, 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാർ. എന്നാൽ 2016-ൽ അധികാരത്തിൽ വന്ന LDF സർക്കാരിനെതിരെ കാര്യമായ ഒരു അഴിമതി ആരോപണവും ഉയർത്തിക്കൊണ്ടുവരുവാൻ 2016-ലും കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും അവസാനം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി സ്വർണ്ണക്കള്ളക്കടത്ത് വലിയ വാർത്തയാക്കി കൊണ്ടുവരുവാനും നയതന്ത്ര സ്വർണ്ണക്കടത്ത് എന്ന പേരിൽ അത് LDF-നെതിരെ, CPM-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വലിയ ആരോപണങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിക്കാനും കഴിഞ്ഞിരുന്നു. പക്ഷേ ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു. അതോടുകൂടി അതിൻ്റെ കാറ്റുപോയി. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും സ്വർണ്ണക്കള്ളക്കടത്ത് സജീവമായി നിർത്താനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നിരുന്നു. RSS-ന്റെയും BJP-യുടെയും ഏതാനും മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി കോൺഗ്രസും അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. സ്വപ്ന സുരേഷിനെ മുൻനിർത്തി നടത്തിയ നാടകങ്ങൾ മറന്നുപോയിട്ടുണ്ടായില്ല. 2ാം സർക്കാരിൻ്റെ ആദ്യ കാലത്ത് സർക്കാർ അധികാരത്തിൽ വന്ന് 6 മാസമായില്ല. അതിനു മുമ്പ് തന്നെ വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ എന്തായി? സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം AI ക്യാമറ വിവാദം തൊട്ട് ഏറ്റവും അവസാനം ഡാറ്റ ചോർച്ച വരെ നിരവധി ആരോപണങ്ങൾ വന്നിരുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാം കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞു എന്ന് പറയേണ്ടി വരും. കോടതിയിൽ പോകുമ്പോൾ എല്ലാ കേസിലും തിരിച്ചടി നേരിടുന്ന പ്രതിപക്ഷത്തെയാണ് നാം കണ്ടത്. അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിനെതിരെ, CPIM നേതാക്കൾക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചെറിയ സാമ്പത്തിക ആരോപണവും ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്, UDF-ന്. കാരണം ഒരു അഴിമതിയും ഇല്ലാത്ത സർക്കാരായിരുന്നു കേരളം ഭരിച്ചത് എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോ? എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് ആണ് അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്നത്. നിഴലിലല്ല, വസ്തുത മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആരോപണമാണ് കോൺഗ്രസിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അതും വയനാട് ദുരന്തബാധിതരെ ഉപയോഗിച്ച് പിരിച്ച പണം അത് പുട്ടടിച്ചു എന്ന ആരോപണം. ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കണക്കുകളെല്ലാം തട്ടിപ്പാണ് എന്നാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മോട് പറയുന്നത്. അതേക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ. എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു, ഒളിച്ചോടുന്നു ചോദ്യങ്ങളിൽ നിന്ന്. അതാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 10 വർഷം ഭരിച്ചിട്ടും ഒരു അഴിമതി ആരോപണവുമില്ലാതെ
ഒരു അഴിമതി ആരോപണത്തിൻ്റെയും നിഴലിലല്ലാതെ ഒരു സർക്കാർ വീണ്ടും ജനവിധി തേടുന്നു. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന UDF തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ ഒരു വൻ അഴിമതി തട്ടിപ്പിന്റെ മുന്നിൽ നിൽക്കുന്നു, പകച്ചു നിൽക്കുന്ന കാഴ്ച. അതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഭരണത്തിലിരിക്കുമ്പോഴാണ് അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരാറുള്ളത് എങ്കിൽ ഇതാ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് നേരെയാണ്, കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അഴിമതി ആരോപണങ്ങൾ, അതും വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്, അതും വയനാട് ദുരന്തത്തിന്റെ പേരിൽ എന്നോർക്കണം. എന്ന് വെച്ചാൽ അടുത്തത് ഏത് സർക്കാർ ആയിരിക്കണം എന്നതിനുള്ള ഉത്തരം ഇതിനപ്പുറം മറ്റൊന്നില്ല. അത് LDF തന്നെ ആയിരിക്കണം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്.